കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശ്രിതർ കലമ്പമേകിടും. കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശ്രിതർ കലമ്പമേകിടും. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു, ക്രിസ്തുവിനായി പോർ ചെയ്തിടുക. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു, ക്രിസ്തുവിനായി പോർ ചെയ്തിടുക. പോകലാം ക്രിസ്തുവിന്റെ പിൻപെ പോകലാം. പോകലാം ക്രിസ്തുവിന്റെ പിൻപെ പോകലാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 38-ാം സങ്കീർത്തനം 12-ാം വാക്യം. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവെക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതനം സംസാരിക്കുന്നു, അവർ ഇടവിടാതെ ചതിവ് ചിന്തിക്കുന്നു. ദാവീദ് ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നിട്ടും അവൻ വിശ്വാസവഞ്ചനയും അപവാദവും ഗൂഢാലോചനകളും നേരിടേണ്ടി വരുന്നു. ആളുകൾ നമുക്കെതിരെ തിരിയുമ്പോൾ ലോകം അടച്ചുപൂട്ടിയതായി നമുക്ക് തോന്നാം. ഈ സാഹചര്യത്തിലും ദൈവം എവിടെ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരാം. എന്നാൽ ഗൂഢാലോചനകളുടെയും വഞ്ചനകളുടെയും നടുവിൽ പോലും ദാവീദ് ദൈവത്തോട് തന്നെ ആവലാദികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ നമുക്കെതിരെ തിരിയുമ്പോഴും ദൈവത്തോട് സംസാരിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. ദൈവത്തോടുള്ള ആഴമായ ബന്ധം മനുഷ്യരുടെ രഹസ്യ ഗൂഢാലോചനകളേക്കാൾ ശക്തമാണ്. കാരണം ശത്രു ഒരുക്കുന്ന കെണികളും അവൻ കാണുകയും അവർ മന്ത്രിക്കുന്ന നുണകൾ അവൻ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, ശത്രു ഒരുക്കുന്ന പ്രതിസന്ധികൾ നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയാതെ വരുമ്പോൾ ദൈവം നമ്മുടെ സംരക്ഷകനായി മാറും. അപവാദങ്ങളുടെ മുൻപിൽ നമുക്ക് മൗനമായി നിലകൊള്ളാം. പ്രതികാരത്തിന് പകരം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ നാം നമ്മുടെ ശത്രുക്കളെക്കാൾ ഉയരങ്ങളിൽ നിൽക്കുന്നവരായി നാം മാറ്റപ്പെടും. പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ തിരിയുമ്പോൾ നീ എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്നു എന്ന ബോധ്യതയിൽ ജീവിപ്പാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.